ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസ് ചെടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്താണ്? നിറയെ ഇലകളും പൂക്കളും ഒക്കെയായി നിൽക്കുന്ന, നല്ല ഹെൽത്തിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ്. പക്ഷേ ഇന്നൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞ കാര്യമാണ്, അങ്ങനെയുള്ള ഒരു പ്ലാന്റ് എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ പ്ലാന്റിന് തീരെ ഗ്രോത്ത് വരുന്നില്ല. കുറേ നാൾ ഗ്രോത്ത് ഇല്ലാതെ അങ്ങനെ നിന്നിട്ട് പിന്നീട് പ്ലാന്റ്സ് എല്ലാം അങ്ങ് നശിച്ചു പോകും. വീണ്ടും പ്ലാന്റ്സ് പുതിയത് വാങ്ങിക്കും. അത് കുറച്ച് നാളൊക്കെ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. പിന്നീട് അതിൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങി ക്യാഷ് കുറേ വേസ്റ്റായി. ഇനിയിപ്പോൾ ഉള്ള പ്ലാന്റ്സിനെ എല്ലാം പറിച്ച് കളഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണെന്ന്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു സൊല്യൂഷനാണ് ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ റൂട്ട് ഹെൽത്തി ആയിരിക്കണം. റൂട്ട് ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും ഒന്നും ആ ചെടിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ചെടിയുടെ ജീവൻ നിലനിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. അപ്പോൾ അതിൻ്റെ വേരുകളെ നമുക്ക് പ്ലാന്റിൻ്റെ ഹാർട്ടാണെന്ന് പറയാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് റൂട്ട്. റൂട്ടിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ചെടികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ അത് ബാധിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും എല്ലാം അബ്സോർബ് ചെയ്യുന്നത് വേരുകളാണ്. അപ്പോൾ വേരുകൾക്ക് ഡാമേജ് സംഭവിച്ചാൽ വെള്ളവും വളങ്ങളും ഒന്നും അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി വന്ന് ചെടികളുടെ ഗ്രോത്ത് സ്റ്റക്കാകും. അതുകൊണ്ട് റൂട്ടിന് നല്ല കെയർ കൊടുത്ത് വളർത്തി ഹെൽത്തി ആക്കി എടുക്കണം. റൂട്ട് ഹെൽത്തിയായി വളരണമെങ്കിൽ നല്ല എയറേഷൻ ഉണ്ടാവണം റൂട്ടിന്. അതായത് ഓക്സിജൻ കിട്ടണം. ഈ ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെടികൾ നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നടാൻ. അതായത് കൂടുതൽ മണലൊക്കെ ചേർത്തിട്ട് മണ്ണിനെ നല്ല ഇളക്കമുള്ളതാക്കിയിട്ട് വേണം നട്ടുവെക്കാൻ. അങ്ങനെയുള്ള മണ്ണിൽ മാത്രമേ റൂട്ട് വളരുള്ളൂ. ചില ഏരിയയിലൊക്കെ കട്ട പിടിക്കുന്ന മണ്ണായിരിക്കും. അങ്ങനത്തെ മണ്ണിൽ എയറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് തന്നെ വേരിന് വളർച്ച ഉണ്ടാവില്ല. അങ്ങനെ ഗ്രോത്ത് സ്റ്റക്കാവും. അപ്പോൾ റൂട്ട് വളർച്ചയില്ലാതെ ഇതുപോലെ അൺഹെൽത്തി ആയിരിക്കുന്ന പ്ലാന്റിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മെഡിസിനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു മെഡിസിൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഗ്രോത്ത് വരും. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ്, ഒരുപാട് ഷൂട്ട്സ് വരും. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നറിയോ? അതിൻ്റെ റൂട്ട് നന്നായിട്ട് വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഷൂട്ട്സ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമിക് ആസിഡ്. ഇതൊരു നാച്ചുറൽ ഓർഗാനിക് സോയിൽ കണ്ടീഷണറാണ്. അതായത് മണ്ണിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് ഹ്യൂമിക് ആസിഡ്. ഇത് നമുക്ക് ഗ്രാനുൾസ് ഫോമിലും ലിക്വിഡ് ഫോമിലും വാങ്ങിക്കാൻ കിട്ടും. ലിക്വിഡ് ഫോമിലാണെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്താൽ മതി. അതുപോലെ തന്നെ ഗ്രാനുൾസ് ആണെങ്കിൽ 2 ഗ്രാം അത്രയും അളവിലെടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ ചെടികൾക്കും കൊടുക്കാം. റോസിന് മാത്രമല്ല, എല്ലാവിധ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഹ്യൂമിക് ആസിഡ്. അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട് പെട്ടെന്ന് വളർന്ന് ആ പ്ലാന്റിന്, പ്രത്യേകിച്ചും ഗ്രോത്ത് ഇല്ലാത്ത പ്ലാന്റിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മണ്ണിൽ എയറേഷൻ ഉണ്ടാവാനും റൂട്ടിന് ഓക്സിജൻ കിട്ടാനും വേണ്ടിയിട്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഏത് ഫെർട്ടിലൈസറോ എന്ത് കാര്യമാണോ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് ഇതുപോലെ മണ്ണ് ഇളക്കിയിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഹ്യൂമിക് ആസിഡ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ കട്ട പിടിക്കുന്ന മണ്ണാണെങ്കിൽ പോലും ആ മണ്ണിനെ നമുക്ക് ലൂസാക്കി എടുക്കാനായിട്ട് പറ്റും. മണ്ണിൽ നല്ല എയറേഷൻ ഉണ്ടാകും. അതുമാത്രമല്ല, നല്ല വെയിലുള്ള ടൈമിൽ മണ്ണിലെപ്പോഴും മോയ്സ്ചർ നിൽക്കും. അതായത് റോസ് ചെടികൾക്ക് മണ്ണിലെപ്പോഴും മോയ്സ്ചർ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ഹ്യൂമിക് ആസിഡ് റോസ് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അതായത് മണ്ണിലെപ്പോഴും മോയ്സ്ചർ നിലനിൽക്കും. അപ്പോൾ നമ്മളിത് ഒഴിച്ചതിന് ശേഷം ആ ഹ്യൂമിക് ആസിഡ് ഡ്രെയിൻ ആവണം. അതായത് റൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഇത് എത്തണം. അപ്പോൾ റോസിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു ഹ്യൂമിക് ആസിഡ് കൊടുക്കാം. അപ്പോൾ ഗ്രോത്ത് ഇല്ലാത്ത ചെടികളിലെല്ലാം ഗ്രോത്ത് വരാനായിട്ട് ഈ ഒരു ഹ്യൂമിക് ആസിഡ് കൊടുത്തോളൂ. നിങ്ങളുടെ റോസ് പ്ലാന്റ്സോ മറ്റേത് പ്ലാന്റ്സ് ആണെങ്കിലും അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുമാത്രമല്ല, നിറയെ പൂക്കളും അതിൽ വരും. കാരണം പ്ലാന്റ് ഹെൽത്തി ആണെങ്കിൽ അതിൽ കൂടുതൽ പൂക്കളുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്